നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 738th day. Today 18th sloka of 7th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 738ാം ദിവസം. പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 18ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 18ാമത്തെ ശ്ലോകം. ഓം തമാപതന്തം സവിലക്ഷ്യ ദൂരാത് കുമാരഹോദ്വിഗ്നമനാരഥേന പരാത്രവത് പ്രാണപരീപ്സുരുർവ്യാം യാവദ്ഗമം രുദ്രഭയാദ്യതാഖ. തമാപതന്തം സവിലക്ഷ്യ ദൂരാത് കുമാരഹോദ്വിഗ്നമനാരഥേന പരാദ്രവത് പ്രാണപരീപ്സുരുർവ്യാം യാവദ്ഗമം രുദ്രഭയാദ്യതാഖ. ഓം തത്സത്. പരമ്പരിക്കേണ്ടത് തം ആപനന്ദം സ വിലക്ഷ്യ ദൂരാത് കുമാരഹോദ്വിഗ്ന കുമാരഃ ഉദ്വിഗ്നമന. കുമാരഃ എന്നാണ്. കുമാരഹോദ്വിഗ്നമന എന്നുള്ളത് കുമാരഃ ഉദ്വിഗ്നമന രഥേന പരാദ്രവത് പ്രാണപരീപ്സു ഉർവ്യാം യാവത് ഗമം രുദ്രഭയ യഥാ ക. ഇങ്ങനെയാണ് യഥാ ക. രുദ്രഭയാത് യഥാ ഖ. അതായത് കുമാരന്മാരെ കൊന്നവനും ഉദ്വിഗ്നമന ഭയപ്പെട്ട മനസ്സോട് കൂടിയവനും സ അവൻ, അതായത് അവൻ എന്ന് പറഞ്ഞാൽ അശ്വത്ഥാമാവ്, രഥേന തേരിലിരുന്ന് ആപതന്തം നേരിട്ട് പാഞ്ഞു വരുന്ന തം ആപതന്തം പാഞ്ഞു വരുന്ന, അതായത് തം എന്ന് പറഞ്ഞാൽ അവൻ അർജുനൻ, ദൂരത്തിൽ നിന്നും വിലക്ഷ്യ കണ്ടിട്ട്, പ്രാണപരീപ്സു പ്രാണനെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നതായിട്ട്, ഊർവിയിൽ ഭൂമിയിൽ യാവദ്ഗമം സഞ്ചരിപ്പാൻ ശക്തിയുള്ളിടത്തോളം, രുദ്രഭയാത് പരമശിവനെ ഭയം ഹേതുവായിട്ട്, ഖ യഥാ ബ്രഹ്മാവെന്ന പോലെ, പരാദ്രവാത് പലായനം ചെയ്തു ഓടി. അതായത് തേരിലിരുന്ന് പാഞ്ഞു വരുന്ന അർജുനനെ കണ്ടപ്പോൾ പാഞ്ചാലിയുടെ ശിശുക്കളെ അന്യമായി കൊന്നവനും അതുനിമിത്തം ഭയപ്പെട്ട മനസ്സോടു കൂടിയവനുമായ അശ്വത്ഥാമാവ് പ്രാണനെ രക്ഷിച്ചാൽ മതി, കീർത്തി വേണ്ട എന്ന വിചാരത്തോടു കൂടി, എപ്രകാരം പണ്ട് ബ്രഹ്മാവ് പുത്രി പരിണയത്തിന് ഒരുങ്ങിയപ്പോൾ ശിവൻ വരുന്നത് കണ്ട് ശിവനെ പേടിച്ചിട്ട് ഓടിയോ, ഭൂമി മുഴുവൻ സഞ്ചരിക്കാൻ കഴിയുന്ന അത്ര വേഗത്തിൽ എത്രത്തോളം ആ ബ്രഹ്മാവ് അന്ന് പേടിച്ചോടിയോ അപ്രകാരം പേടിച്ചുകൊണ്ട് അശ്വത്ഥമാവ് ഓടി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്.
അതായത് ഉറങ്ങിക്കിടക്കുന്ന അർജുനൻ്റെ പുത്രന്മാരെ അശ്വത്ഥമാവ് കൊന്നിരുന്നു. അപ്പോൾ അർജുനൻ തീർച്ചയായും തന്നെ ആക്രമിക്കാൻ വരും എന്ന് അശ്വത്ഥമാവിന് അറിയാമായിരുന്നു. അതേമാതിരി രഥത്തിൽ അർജുനൻ വരുന്നു, തൻ്റെ നേരെ പാഞ്ഞു വരുന്ന രഥത്തിൽ വരുന്ന അർജുനനെ കണ്ടിട്ട് അശ്വത്ഥമാവ് പേടിച്ച് ഭയത്തോടു കൂടി തൻ്റെ പ്രാണനെ രക്ഷിക്കാൻ വേണ്ടി ശിവഭഗവാനെ ഭയപ്പെട്ട് ബ്രഹ്മാവ് ഓടിയ മാതിരി ഓടി എന്ന് ഇവിടെ പറയുകയാണ്. വളരെ ഭയന്ന് തന്നെക്കൊണ്ട് ആവുന്നത്ര വേഗത്തിൽ ഭൂമി മുഴുവൻ സഞ്ചരിച്ചു. ഊർവ്യ ഭൂമി എന്നാണ് അർത്ഥം. അപ്രകാരം സഞ്ചരിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. തെറ്റ് ചെയ്ത ഒരു മനസ്സ് എപ്രകാരം വേവലാതിപ്പെടുമോ? തെറ്റ് ചെയ്തു എന്ന് അശ്വത്ഥമാവിന് അറിയും. കുഞ്ഞിക്കുട്ടികളെ താൻ കൊന്നു, അതുകൊണ്ട് തന്നെ തനിക്ക് എതിരെ ആക്രമണം തന്നെ ശിക്ഷിക്കും എന്നുള്ള ഉറച്ച തീരുമാനം അശ്വത്ഥമാവിനുണ്ടായിരുന്നു. തന്നെ ശിക്ഷിക്കാൻ വരുന്ന അർജുനനെ കണ്ട് ഭയപ്പെട്ട് പ്രാണരക്ഷാർത്ഥം ഭൂമി മുഴുവൻ ഭയന്ന് അശ്വത്ഥമാവ് ഓടി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. തമാപദന്തം സവിലക്ഷ്യ ദൂരാത് കുമാരഹോദ്വിഗ്നമനാരഥേന പരാദ്രവത് പ്രാണപരീപ്സുരുർവ്യാം യാവദ്ഗമം രുദ്രഭയാദ്യതാഖ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.